സാധാ എ സി ഇൻവെർട്ടർ എ സി തമ്മിലുള്ള വ്യത്യാസം എന്തൊക്കെയാണ്? സാധാ എ സി ഇൻവെർട്ടർ എ സി എന്ന് പറഞ്ഞാൽ ചുരുക്കി പറയുവാണെങ്കിൽ കറണ്ട് കൺസപ്ഷൻ കുറയ്ക്കാനുള്ള കമ്പനിയുടെ പുതിയൊരു ടെക്നോളജിയാണ് ഇൻവെർട്ടർ എ സി എന്ന് പറയുന്നത്. നേരത്തെ സാധാ എ സിയിൽ വരുന്ന എ സി കംപ്രസർ ആയിരുന്നു. ഇപ്പോൾ വരുമ്പോൾ എ സി കംപ്രസറിനെ ഡി സി ആക്കി കൺവേർട്ട് ചെയ്തിട്ടാണ് വർക്ക് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് കറണ്ട് കൺസപ്ഷൻ നന്നായിട്ട് കുറയ്ക്കാൻ പറ്റുന്നുണ്ട്. അതിന് പുറമെ അതെ കറണ്ട് കൺസപ്ഷൻ ഇപ്പൊ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ എല്ലാ സാധനം ഇലക്ട്രോണിക് സാധനം മേടിക്കും, പക്ഷെ കറണ്ട് കൺസപ്ഷൻ കാരണം പലരും ഉപയോഗിക്കാത്ത ഒരു അവസ്ഥയിലോട്ട് വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കമ്പനി അതിനു വേണ്ടി ഒരു പരിഹാരം കണ്ടെത്തിയിരിക്കുന്നതാണ് ഇൻവെർട്ടർ എ സി എന്ന് പറയുന്നത്. നമ്മുടെ ഉപയോഗം അനുസരിച്ചും അല്ലെങ്കിൽ നമുക്ക് കസ്റ്റമൈസ് ചെയ്യാനുള്ള ഓപ്ഷൻസ് എല്ലാം ഈ എ സിയിൽ വരുന്നുണ്ട്. അപ്പൊ ശരിക്കും പറഞ്ഞാൽ ഇൻവെർട്ടർ എ സി മാത്രമേ നമ്മൾ മേടിക്കാൻ പാടുള്ളൂ. അത് ഇൻവെർട്ടർ എ സി എടുത്താൽ നമുക്ക് കറണ്ട് ചാർജ് നല്ല രീതിയിൽ കുറയ്ക്കാൻ പറ്റും. അത് മാത്രമല്ല കംപ്രസറിനാണെങ്കിൽ ലാസ്റ്റിംഗ് കൂടുതലുണ്ട്, സൗണ്ട് കുറവ്, അങ്ങനെ ഒത്തിരി അഡ്വാൻറ്റേജ് ഈ കംപ്രസറുള്ള മോഡൽസിനെല്ലാം വരുന്നുണ്ട്. 100 സ്ക്വയർ ഫീറ്റ് ഉള്ള ഒരു ചെറിയ 100 സ്ക്വയർ ഫീറ്റ് ഉള്ള ഒരു റൂം ആണെങ്കിൽ നമുക്ക് അതിനകത്ത് 1 ആവശ്യം വരുന്നുള്ളൂ. മാക്സിമം നമുക്ക് കമ്പനി പറയുന്നതാണ് 120 സ്ക്വയർ ഫീറ്റ് ആണ് കമ്പനി പറയുന്നത്. 1 എ സി നമുക്ക് കറക്റ്റ് കമ്പനി പറയുന്ന സൈസ് എന്ന് പറയുന്നത് 120 സ്ക്വയർ ഫീറ്റ് ആണ് കറക്റ്റ് വയ്ക്കാൻ പറ്റുന്നത്. പക്ഷെ നമ്മൾ മാക്സിമം നമുക്കൊരു 130, 140 വരെയൊക്കെ നമ്മൾ കൊടുക്കാറുണ്ട്. അത് റൂമിന്റെ നമ്മുടെ വെയിലടിക്കുന്ന കാര്യങ്ങളൊക്കെ സിറ്റുവേഷൻ ഒക്കെ നോക്കിയിട്ടാണ് നമ്മൾ ചെയ്യാറുള്ളത്. അതുപോലെ അതിന് മേലോട്ടുള്ള ഒരു റൂം ആണെങ്കിൽ 1.5 ടണ്ണാണ് കറക്റ്റ് ആയിട്ടുള്ളൊരു എ സി വെക്കേണ്ടത്. ഒരു 180 സ്ക്വയർ ഫീറ്റ് വരെ നമുക്ക് 1.5 ടണ്ണിന്റെ എ സി വെക്കാൻ പറ്റും. നിങ്ങളുടെ വീട്ടില് നിങ്ങൾ ഇവിടെ സ്റ്റാഫ് ആണല്ലോ? അതെ അതെ. ചെത്തിമറ്റം പിട്ടാപ്പള്ളി ഡിജി. അതെ അതെ. ഇവിടെ എത്ര ആളായി സ്റ്റാഫ്? ഇവിടെ ഞാൻ ടോട്ടല് പിട്ടാപ്പള്ളി വർക്ക് ചെയ്യാൻ ഒരു 6 വർഷത്തിന് മേളിലായിട്ടുണ്ട്. എ സി അങ്ങനെ പറയാൻ പറ്റത്തില്ല, കാരണം ചിലപ്പോൾ വരുന്ന എല്ലാ എ സിക്ക് അതിന്റേതായ ഓരോ ഫീച്ചേഴ്സും ഓഫർ കാര്യങ്ങളെല്ലാം കൊടുക്കുന്നുണ്ട്. കൺഫ്യൂഷൻ ആണ്. അതുപോലെ ഓഫർ കാര്യങ്ങൾ ഈ പ്രാവശ്യം എ സിക്ക് കൊടുത്തിട്ടുണ്ട്. ഓഫർ മാത്രമേ ടെക്നോളജിയിലുണ്ട്. നമുക്ക് 1 എ സി നമുക്ക് വേണമെങ്കിൽ 1.1 ടണ്ണിലോട്ട് ആക്കാനുള്ള ഓപ്ഷൻ വരുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് അതിന്റെ 80%, 60%, 40% അങ്ങനെ കൺവേർട്ട് ചെയ്തോളം ഉപയോഗിക്കാനുള്ള ഓപ്ഷൻസ് ആരെല്ലാം ഇപ്പൊ പുതിയ മോഡൽ എ സികൾക്ക് വരുന്നുണ്ട്. ഏത് കമ്പനിയെ എടുത്താലും ടെക്നോളജി ഒരുപാട് മാറിയിട്ടുണ്ട്. ഇപ്പൊ അപ്ഡേഷൻ എന്ന് പറഞ്ഞാല് ഒരു 5 കൊല്ലം കഴിഞ്ഞിട്ടുള്ള കാര്യങ്ങൾ വെച്ചിട്ടാണ് എ സി ഓരോന്നും ഇപ്പൊ മാർക്കറ്റിൽ ഇറക്കിക്കൊണ്ടിരിക്കുന്നത്. അതെ അതെ. ഇപ്പൊ നമ്മളൊരു 2 ടണ്ണിന്റെ എ സി മേടിച്ചു, ഒരു മാസം ഏകദേശം കറണ്ട് കൺസപ്ഷൻ നമുക്ക് കറക്റ്റ് ആയിട്ട് അങ്ങനെ പറയാൻ പറ്റില്ല. കമ്പനി പറയുന്നത് നമ്മുടെ യൂസ് അനുസരിച്ച് ഇന്ന 5 സ്റ്റാർ 3 സ്റ്റാർ ഓരോ റേഷ്യോ ഉണ്ട്. അതിപ്പോ റൂമിന്റെ കാര്യങ്ങളൊക്കെ നോക്കിയിട്ടൊക്കെ ആയിരിക്കും അതിന്റെ കറണ്ട് ചാർജ് കാര്യങ്ങളൊക്കെ വരുന്നത്. നമുക്കിതിപ്പം 30,000 രൂപയ്ക്ക് മേളിൽ ഏകദേശം ആ റേഞ്ചിൽ റേറ്റ് വരുന്നുണ്ട്. നമുക്ക് ഫിനാൻസ് എങ്ങനെയാണ്? 0%? അതെ അതെ, 0%. നമുക്ക് ഇൻട്രസ്റ്റോ കാര്യങ്ങളൊന്നും ഇല്ലാതെ തന്നെ നമുക്ക് 8 മാസം, 10 മാസം, 12 മാസം തവണ വയസ്സിൽ നമുക്ക് എ സി എടുക്കാൻ പറ്റും. അതിന് പുറമെ നമ്മുടെ ക്രെഡിറ്റ് കാർഡ് അല്ലെങ്കിൽ ഡെബിറ്റ് കാർഡ് ഒക്കെ ഉണ്ടെങ്കിൽ ക്രെഡിറ്റ് കാർഡൊക്കെ വെച്ച് നമ്മൾ EMI ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റും. അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് അഡീഷണൽ ഇതിനകത്ത് ക്യാഷ് ബാക്ക് കാര്യങ്ങളൊക്കെ എ സി എല്ലാ കമ്പനി തന്നെ കൊടുക്കുന്നുണ്ട്. അപ്പൊ ഏത് റേറ്റിലുള്ള എ സി മേടിച്ചാലും അതിൽ നമുക്ക് ഫിനാൻസും കിട്ടും. അതെ, അത് കൂടാതെ നമുക്ക് ക്യാഷ് ബാക്കും കിട്ടുന്നുണ്ട്. ഇപ്പൊ EMI ചെയ്താൽ പോലും ക്യാഷ് ബാക്ക് കിട്ടാനുള്ള ഓപ്ഷൻസ് ഇപ്പൊ അവൈലബിൾ ആണ്. അതെ അതെ. പിന്നെ നമുക്ക് ഈ നമുക്ക് ഇവിടെ ഈ എ സിയുടെ ഒരുപാട് ബ്രാൻഡുകളുണ്ട്. അപ്പൊ ഇതിന് ഒരുപാട് ഏതെടുക്കുന്നവർക്കും ഓഫറുകളുണ്ട്. അതിന്റെ കമ്പനികളാണ് കൊടുക്കുന്നത് കൂടുതൽ. പിട്ടാപ്പള്ളി ഡിജി എന്താണ് ഓഫർ കൊടുക്കുന്നത്? നമുക്ക് എ സിക്ക് മാത്രമല്ല, നമുക്ക് ഇവിടെ എടുക്കുന്ന എല്ലാ പ്രോഡക്റ്റിനും ഓഫർ ഉണ്ട്. അതുകൂടെ നമുക്ക് ചെറുതും വലുതായിട്ടുള്ള എല്ലാ പർച്ചേസിനും നമ്മളിപ്പോ പിട്ടാപ്പിളിൽ നമ്മള് വാവ്സെയിൽ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ നമ്മൾ റൺ ചെയ്യുന്നുണ്ട്. അതൊരു ലക്കി ഡ്രോ ആണ്. അത് നമുക്ക് ബമ്പർ പ്രൈസ് ആയിട്ട് നമുക്ക് കസ്റ്റമർക്ക് കൊടുക്കുന്ന ഒരു ടിയാഗോയുടെ EV കാറാണ് നമ്മൾ സമ്മാനമായിട്ട് കൊടുക്കുന്നത്. അത് നമുക്ക് ഇന്ന ലിമിറ്റ് ഒന്നുമില്ല. നമ്മൾ ചെറിയ പ്രോഡക്റ്റ് എടുത്താലും വലിയ പ്രോഡക്റ്റ് എടുത്താലും നമുക്ക് അതിൽ ലക്കി ഡ്രോയിൽ പങ്കെടുക്കാൻ പറ്റും. അതാണ് നമ്മൾ പറഞ്ഞത്. ഇപ്പൊ നമ്മൾ ഈ ഇലക്ട്രിക് EV ആണ് നമ്മൾ അതിന് സമ്മാനമായിട്ട് കൊടുക്കുന്നത്. പിന്നെ വേറെ നമുക്കിപ്പം ടിവികളാണെങ്കിൽ നമുക്കൊരു 50%, 60% വരെ നമുക്ക് ഓഫർ പോകുന്നുണ്ട്. TV കാര്യങ്ങളെല്ലാം, പിന്നെ സ്മോൾ അപ്ലയൻസ് ബാക്കി കാര്യങ്ങളിൽ, പിന്നെ എല്ലാത്തിനും തന്നെ നമുക്ക് എക്സ്ചേഞ്ച് ഓഫർ കാര്യങ്ങളെല്ലാം റൺ ചെയ്യുന്നുണ്ട്. എല്ലാത്തിനും നമുക്ക് ഓഫർ ഉണ്ട്. ചെറിയ സാധനം തൊട്ട് വലിയ സാധനം വരെ ഏത് സാധനം എടുത്താലും നമുക്ക് എല്ലാത്തിനും നല്ല രീതിയിൽ ഓഫർ റൺ ചെയ്യുന്നുണ്ട്. അപ്പൊ ഒന്നുകൂടെ പറഞ്ഞാൽ ഇൻവെർട്ടർ എ സിയും ഇൻവെർട്ടർ അല്ലാത്ത എ സിയും തമ്മിലുള്ള വ്യത്യാസം ഒന്നുകൂടെ പറഞ്ഞു. അത് മെയിൻ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ കറണ്ട് കൺസപ്ഷൻ കുറയ്ക്കാനുള്ള ഒരു പുതിയ ടെക്നോളജിയാണ്. അപ്പൊ ഈ ഇൻവെർട്ടർ അല്ലാത്ത എ സി ആരെങ്കിലും വാങ്ങുന്നത്? ഇപ്പൊ നമുക്ക് മാർക്കറ്റിൽ ഇൻവെർട്ടർ എ സി മാത്രമേ നിലവിലുള്ളൂ. നോൺ ഇൻവെർട്ടർ എല്ലാ കമ്പനി സ്റ്റോപ്പ് ചെയ്തു. അതെ അതെ. പിന്നെ ഇതിന്റെ പൈപ്പ് കോപ്പർ പൈപ്പ് വേണമെന്ന് പലരും പറഞ്ഞു. അതിപ്പോ നേരത്തെ കോപ്പർ അല്ലാത്തതും അലോയ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അതായത് പണ്ട് വന്നോണ്ടിരുന്ന ഇപ്പൊ ഫുൾ കോപ്പർ ആണ് എല്ലാ കമ്പനികളും ചെയ്യുന്നുണ്ട്. അതിന്റെ ഇൻഡോർ ടു ഔട്ട്ഡോർ കണക്ഷൻ വരുന്ന പൈപ്പ്, ഇതിനകത്തെ കൂളിംഗ് കോയിലിന്റെ ഔട്ട്ഡോർ കംപ്രസറിന്റെ ബാക്ക് വരുന്ന അങ്ങനെ എല്ലാ പാർട്സും ഫുൾ കോപ്പറിലായിരിക്കും റൺ ചെയ്യുന്നത്. നിലവിൽ ഏതൊക്കെ ബ്രാൻഡ് എ സികളാണ് ഇപ്പൊ മെയിൻ ആയിട്ട് നമ്മൾ ചെയ്യുന്നത് LG ഉണ്ട്, ബ്ലൂ സ്റ്റാർ, പാലാസോണിക്, ഗോദ്റേജ്, വേൾപൂള്,
പിന്നെ ഹയർ BPL എല്ലാ കമ്പനിയും തന്നെ നമ്മൾ ഓൾമോസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ അത്യാവശ്യം പേര് കേട്ട നല്ല എല്ലാ മെയിൻ ബ്രാൻഡുകളും സർവീസ് കിട്ടുന്ന ബ്രാൻഡുകളാണ് നമ്മൾ കൂടുതൽ ചെയ്യുന്നത്. അതെ അതെ. സർവീസ് ഒക്കെ നമ്മൾ AC വേണ്ടി സർവീസ് എന്താ ആവശ്യമാണ്. ഇപ്പൊ 1 ഇയറിലേക്ക് AC ഫുൾ ആയിട്ട് 2 ഫ്രീ സർവീസ് കാര്യങ്ങളെല്ലാം നമ്മളത് ചെയ്തു കൊടുക്കുന്നുണ്ട്. വാറന്റി എങ്ങനെയാ? വാറന്റി ഇപ്പൊ കമ്പനികൾ നേരത്തെ എല്ലാ കമ്പനിക്കും 1 ഇയർ വാറന്റി ആയിരുന്നു കമ്പനി കൊടുത്തോണ്ടിരുന്നത്. 1 ഇയർ ഫുൾ വാറന്റി, 10 ഇയർ കംപ്രസർ വാറന്റി ആയിരുന്നു. ഇപ്പൊ ഓൾമോസ്റ്റ് കമ്പനി എല്ലാം തന്നെ 1 ഇയർ ഫുൾ വാറന്റിയും 5 വർഷം അതിന്റെ PCB വാറന്റി അല്ലെങ്കിൽ ഫുൾ വാറന്റി ഒക്കെ ആയിട്ട് എല്ലാ കമ്പനിയും വാറന്റി എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട്. അപ്പം ചെത്തിമറ്റം പിട്ടാപ്പള്ളി ഡിജി ഇതാണ് നമുക്കിവിടെ AC, ഫ്രിഡ്ജ്, മിക്സി, TV, LED TV, LCD TV, ഫാന്, അങ്ങനെ എന്തൊക്കെ വേണോ എല്ലാ സംവിധാനങ്ങളും ഇവിടെ ഉണ്ട്. പിട്ടാപ്പള്ളി ഡിജി എന്നാണ് ഈ ഷോറൂമിന്റെ പേര്. പാല ഈരാറ്റുപേട്ട റോഡില് ചെത്തിമറ്റത്ത്. അപ്പം ഓക്കെ, സീ യു, ബൈ. താങ്ക് യു.